മെൻസുറേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അളവ് ശാസ്ത്രമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പ്ലെയിൻ ഫിഗേഴ്സിൻ്റെയും ജോമെട്രിക് സോളിഡ് ഫിഗേഴ്സിൻ്റെയും ഏരിയ, വോളിയം പോലുള്ള കാര്യങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് മെൻസുറേഷൻ നമ്മൾ പഠിക്കുന്നത്. പ്ലെയിൻ ഫിഗേഴ്സ് എന്താണെന്നുള്ളതും സോളിഡ് ഫിഗേഴ്സ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. മെൻസുറേഷൻ എന്താണ്, ഏരിയ, വോളിയം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നീട് ട്രയാങ്കിളിനെ കുറിച്ച് ആണ് നമ്മൾ തുടങ്ങി വെച്ചത്. ട്രയാങ്കിൾ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾ ബൈ സൈഡ് കൺസിഡർ ചെയ്യുമ്പോഴും ആംഗിൾ കൺസിഡർ ചെയ്യുമ്പോഴും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് എങ്ങനെ വരിക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ആദ്യമായിട്ട് ഏതൊരു ട്രയാങ്കിളിൻ്റെയും ബേസും ഹൈറ്റും തന്നു കഴിഞ്ഞാൽ എന്താണ് ബേസ്, എന്താണ് ഹൈറ്റ് എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് BH ആണ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയ കാര്യമാണ്. ഇനി നമ്മൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, എന്താണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ? ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ആ ട്രയാങ്കിളിൽ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. മട്ട ത്രികോണം എന്നുള്ളതാണ് നമ്മൾ പറയാം. ഇൻ ദിസ് ട്രയാങ്കിൾ ആംഗിൾ ബിറ്റ്വീൻ വൺ ഓഫ് ടു അഡ്ജസൻറ്റ് സൈഡ്സ് ഈസ് 90 ഡിഗ്രി. സമീപവശങ്ങളിൽ ഇടയിൽ, അതായത് ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സമീപവശങ്ങൾക്കിടയിലുള്ള ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇവിടെ 90 ഡിഗ്രിയാണ്. ഇത് രണ്ടും അക്യൂട്ട് ആംഗിൾസ് ആയിരിക്കും. ഇതിൽ ഈ ഭൂമിക്ക് സമാന്തരമായിട്ടുള്ള ഹൊറിസോണ്ടലായിട്ടുള്ള ഈ ഒരു ഭാഗത്തിനെ, ഈ ഒരു വശത്തെ നമ്മൾ ബേസ് എന്ന് പറയും. അതേപോലെ 90 ഡിഗ്രി ഈ രൂപത്തിലുള്ളതിനെ ഹൈറ്റ് എന്ന് പറയും. ഈ സ്ലാൻഡ് ലെങ്ത്ത്, ഈ ഒരു ചെരിഞ്ഞിരിക്കുന്ന ഈ 90 ഡിഗ്രിക്ക് ഒപ്പോസിറ്റ് ആയിട്ടുള്ള ഈ വശമായിരിക്കും ഈ കൂട്ടത്തിൽ ഏറ്റവും നീളം കൂടിയ വശം. അതിനെ നമ്മൾ കർണം എന്നുള്ളതാണ് വിളിക്കുക. ഹൈപ്പോടെന്യൂസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് വിളിക്കുക. ഓക്കെ, അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ 90 ഡിഗ്രി ഉള്ള ഒരു ആംഗിളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള വശത്തെ ആണ് നമ്മളതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയാം. ഏതൊരു ട്രയാങ്കിളിലും ഏറ്റവും വലിയ ആംഗിൾ ഏതാണോ അതിന് നേരെ ഓപ്പോസിറ്റുള്ള വശമായിരിക്കും ആ ട്രയാങ്കിളിൽ ഏറ്റവും നീളം കൂടിയ വശം. ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം നീളം കൂടിയ വശത്തിനെ നമ്മൾ ഹൈപ്പോട്ടന്യൂസ് എന്നുള്ളതാണ് വിളിക്കുക. ഓക്കെ, ഈ രൂപത്തിലാണെങ്കിൽ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഈ ഒരു ബേസ് എത്രയാണ് എന്നുള്ളതും ഈ ഒരു ഹൈറ്റ് എത്രയാണെന്ന് തന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മൾ പഠിച്ച ഇക്വേഷൻ ഹാഫ് BH ഉപയോഗിച്ചിട്ട് ട്രയാങ്കിളിൻ്റെ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഏത് ട്രയാങ്കിളിൻ്റെയും ബേസും ആ പെർപെൻഡിക്കുലർ ഹൈറ്റും നമുക്കറിയാമെങ്കിൽ അത് അതിൻ്റെ ഏരിയ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ ഹാഫ് BH ആണ് എന്നുള്ള കാര്യം ഓർത്ത് മനസ്സിലാക്കി വെക്കുക. അതിനി ഒരു കാലത്തും മറന്നു പോകാൻ പാടുള്ളതല്ല. കാരണം ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ പഠനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ജോലിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് പിന്നീട് ആവശ്യങ്ങൾ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കോമൺ ബേസ് ഇക്വേഷനാണ് ഹാഫ് BH, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത്. അത് മറക്കരുത്, ഓർത്ത് വെക്കുക. ഇനി നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ട്രയാങ്കിളിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു തിയറമാണ് നമ്മുടെ ഹൈസ്കൂൾ ക്ലാസ് തൊട്ട് നമ്മൾ കേൾക്കുന്ന തിയറം, പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ABC എന്ന് പറയുന്ന സൈഡുകളോട് കൂടിയിട്ടുള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇതാണ് റൈറ്റ് ആംഗിൾ മട്ടകോണ്. ഈ ഒരു ആംഗിൾ A ആണ്. AB എന്ന് പറയുന്ന ലൈനിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് A ആണ്. AC-യുടെ ലെങ്ത്ത് B-യും BC-യുടെ ലെങ്ത്ത് C-യും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി എന്താണ് പൈതഗോറസ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ഹൈപ്പോട്ടന്യൂസ് സൈഡിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണല്ലോ, ഇതാണ് റൈറ്റ് ആംഗിൾ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്സുള്ള സൈഡ് ഇപ്പോൾ ഇതാണല്ലോ.
ഈ ഈ സൈഡിൻ്റെ നീളം, ഈ സൈഡ് എത്രയാണോ ഉള്ള ലെങ്ത്ത്, അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് രണ്ട് സൈഡുകളുടെ, അതായത് ഈ ബേസും ഉണ്ട്, ഇവിടെ ഒരു ഹൈറ്റും ഉണ്ടല്ലോ, ഈ രണ്ട് സൈഡുകളുടെ സ്ക്വയറുകൾ തമ്മിൽ, ഈ രണ്ട് സൈഡുകളുടെ സ്ക്വയറുകൾ തമ്മിൽ കൂട്ടിയാൽ ഈ പറയുന്ന ഹൈപ്പോട്ടന്യൂസ് സൈഡിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. മനസ്സിലായോ? അതാണ് പൈതഗോറസ് തിയറം പറയുന്നത്. അപ്പോൾ ഓർത്തു വെക്കേണ്ടത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളമാണ് പൈതഗോറസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ 3 വശങ്ങളുണ്ടാവും. ആ 3 വശങ്ങളിൽ നീളം കൂടിയ വശം ഏതായിരിക്കും? നീളം കൂടിയ വശം ഏതാണ്? ഈ പറഞ്ഞ പോലെ റൈറ്റ് ആംഗിൾ ഏതാണോ, 90 ഡിഗ്രി ഉള്ള ആംഗിൾ ഏതാണോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള, അതിൻ്റെ നേരെ എതിർവശത്തുള്ള വശമായിരിക്കും ഏറ്റവും നീളം കൂടിയ വശം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഓർക്കേണ്ട എന്താണ്, ബാക്കി 2 വശങ്ങളുണ്ടല്ലോ, ചെറിയ 2 വശങ്ങൾ, അവയുടെ സ്ക്വയർ എടുക്കുക. സ്ക്വയർ എന്താണെന്ന് പഠിച്ചില്ലേ? അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ബി എന്ന് പറയുന്ന ലെങ്ത്ത് 5 ആണെങ്കിൽ 5ൻ്റെ സ്ക്വയർ എടുക്കുക, അപ്പോൾ 25 കിട്ടും അല്ലേ? മനസ്സിലാകുന്നുണ്ടോ? ആ രൂപത്തിലാണ്. അതായത് ബി എന്ന് പറയുന്ന ഈ സൈഡിൻ്റെ സ്ക്വയറും എ എന്ന് പറയുന്ന ഈ സൈഡിൻ്റെ സ്ക്വയറും കൂടി കൂട്ടുക. ആ കൂട്ടിക്കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ ഈ ഹൈപ്പോട്ടന്യൂസ് സൈഡിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് പൈതഗോറസ് പറഞ്ഞിട്ടുള്ളത്. ആ കാര്യം ഓർത്തു വെക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഇനി ഞാൻ ഈ എഴുതിയതൊന്ന് വായിച്ചു തരാം. ദ പൈതഗോറസ് തിയറം ഫോർമുല സ്റ്റേറ്റ്സ് ദാറ്റ്, പൈതഗോറസ് ഫോർമുല എന്താ പറയുന്നത്? ഇൻ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ബി സി, ഇതിപ്പോൾ ഈ ചിത്രം ആയതുകൊണ്ട് അങ്ങനെ പറയാണ്, ഒരു മട്ട ത്രികോണം എ ബി സി, ദ സ്ക്വയർ ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു, ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് തുല്യമായിരിക്കും എന്തിന്? ടു ദ സം ഓഫ് ദ സ്ക്വയർ ഓഫ് ദ അതർ 2 ലെഗ്സ്. സം ഓഫ് ദ സ്ക്വയർ, മറ്റ് 2 വശങ്ങളുടെ സ്ക്വയറുകളുടെ തുകക്ക് ഈക്വൽ ആയിരിക്കും എന്ത് ഹൈപ്പോട്ടന്യൂസ് സൈഡിൻ്റെ സ്ക്വയർ. ഞാൻ ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് തന്നെയാണ്. മനസ്സിലാകണ്ടോ? അപ്പോൾ ഈ ചിത്രത്തിനെ ബേസ് ചെയ്ത് അവിടെ പറയുന്നത്, ഇഫ് എ ബി ബി സി ആൻഡ് എ സി ആർ ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ, എ ബി ബി സി ആൻഡ് എ സി ആർ ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ, ദെൻ ബി സി സ്ക്വയർ ഈക്വൽ ടു, ഇതല്ലേ ബി സി സ്ക്വയർ, ഏറ്റവും നീളം കൂടിയ വശത്തല്ലേ? ബി സി സ്ക്വയർ ഈക്വൽ ടു എന്താണ്? എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ. മനസ്സിലാകുന്നുണ്ടോ? അതാണ് പൈതഗോറസ് തിയറം. ഇനി അതിൻ്റെ ലെങ്ത്ത് തന്നു കഴിഞ്ഞാൽ ഈ എ ബി എന്ന് പറയുന്നത് എയും എ സി എന്ന് പറയുന്നത് ബിയും ബി സി എന്ന് പറയുന്നത് സിയും ആണെങ്കിൽ നമുക്കെന്ത് പറയാം? സി സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അതാണ് ഇവിടെ താഴെ എഴുതിയിട്ടുള്ളത്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ. ഇവിടെ ഈ എ സ്ക്വയറും ബി സ്ക്വയറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ചെറിയ 2 വശങ്ങളാണ്. അവയുടെ സ്ക്വയറുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ വലിയ വശത്തിൻ്റെ, അതായത് കർണത്തിൻ്റെ ഹൈപ്പോട്ടന്യൂസ് സൈഡിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള കാര്യം, എനി ട്രയാങ്കിൾ തന്നു കഴിഞ്ഞാൽ ഹാഫ് ബി എച്ച് ഉപയോഗിച്ച് ഏരിയ കാണാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഹാഫ് ബി എച്ച് ഇക്വേഷൻ വെച്ച് ഏരിയ കാണാം. പൈതഗോറസ് തിയറം പ്രകാരം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ 2 വശങ്ങളുണ്ടെങ്കിൽ മൂന്നാമത്തെ വശം കാണാം അല്ലേ? 2 വശങ്ങളുണ്ടെങ്കിൽ മൂന്നാമത്തെ വശം കാണാം. 2 ചെറിയ വശങ്ങളാണ് തന്നതെങ്കിൽ അവയുടെ സ്ക്വയറുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ വശത്തിൻ്റെ സ്ക്വയർ കിട്ടും. ഇനി ഒരു വലിയ വശവും, അതായത് ഹൈപ്പോട്ടനീസും ഒരു ബേസുമാണ് തന്നതെങ്കിൽ ഹൈറ്റ് കാണാൻ എങ്ങനെ കാണാൻ പറ്റും? അപ്പോൾ സിമ്പിളായിട്ട് കാണാൻ പറ്റും. ഹൈപ്പോട്ടനീസിൻ്റെ സ്ക്വയറിൽ നിന്നും ബേസിൻ്റെ സ്ക്വയർ കുറച്ച് കഴിഞ്ഞാൽ ഹൈറ്റിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾ എന്താണ്? നമ്മൾ പറഞ്ഞല്ലോ, സൈഡുകളിൽ വെച്ചുകൊണ്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾ പറഞ്ഞപ്പോൾ ഐസോസെലസ് ട്രയാങ്കിൾ പറഞ്ഞതാണ്. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഓഫ് ഇറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഇതാ ട്രയാങ്കിളിലെ 2 വശങ്ങൾ ഈക്വൽ ആയിരിക്കും. ഇതാ അവിടെ ഈ വശവും ഈക്വൽ ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അത്തരത്തിലുള്ള ട്രയാങ്കിളിനെയാണ് ഐസോസെലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, സമപാർശ്വ ത്രികോണങ്ങൾ. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഈ സ്ലാൻഡ് ലെങ്ത്ത് എന്താണ്? എസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഈ പെർപെൻഡിക്കുലർ ഹൈറ്റ് എച്ച് എന്ന് കൊടുത്തു.
ബേസ് ടോട്ടൽ ബേസ് ക്യാപിറ്റൽ ലെറ്റർ ബേസ് എന്നാണ് എഴുതിയത്. ഈ ബേസിൻ്റെ പകുതി ഈ ഒരു ഭാഗം വരെ ഉള്ളതിന് നമ്മൾ ബി എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പൈതഗോറസ് വെച്ചുകൊണ്ട് പല ഇക്വേഷനും കാണാനാണ് കൊടുത്തിട്ടുള്ളത്. മനസ്സിലാകണ്ട. ഏരിയ ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ട്രയാങ്കിളിൻ്റെ ഏരിയ പ്രകാരം ഹാഫ് ബി എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത്ത് ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ഈ ബേസ് ലെങ്ത്ത് നമുക്കറിയാമെങ്കിൽ, അതേപോലെ ഈ ഒരു സെൻറ്റർ പോയിന്റിൽ നിന്നും ഓപ്പോസിറ്റ് ആംഗിളിലേക്കുള്ള ഈ പെർപെൻഡിക്കുലർ ഹൈറ്റ് അറിയാമെങ്കിൽ ഹാഫ് ബി എച്ച് ഉപയോഗിച്ച് എന്ത് കണ്ടാൽ മതി? ഏരിയ കണ്ടാൽ മതി. മനസ്സിലാകണ്ടല്ലോ. വേർ ബേസ് ഈക്വൽ ടു എന്താണ്? 2b. ഇത് ബി ആണെങ്കിൽ ഈ ബേസ് എന്ന് പറയുന്നത് ഇതും കൂടി കൂടിയിട്ടല്ലേ 2b. മനസ്സിലാകണ്ടല്ലോ. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1 ഓഫ് ഈക്വൽ സൈഡ്സ് ഓർ സ്ലാൻഡ് ഹൈറ്റ്. ഒരു ഐസോസെലസ് ട്രയാങ്കിൾ 2 ലെങ്ത്ത് ഈക്വൽ ആവുമല്ലോ, അതിനെയാണ് നമ്മൾ എസ് എന്ന് പറയുന്നത്. എച്ച് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണിപ്പോൾ നമ്മൾ പഠിച്ച പൈതഗോറസ് തിയറി പ്രകാരം ഈ ഹൈറ്റ് എച്ച് കാണാൻ എന്ത് ചെയ്താൽ മതി? അത് നോക്കുക. എച്ച് ബി എസ് എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതെന്തായി? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായി അല്ലേ? ഇവിടെ അല്ല റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പം നീളം കൂടിയ ഹൈപ്പോട്ടനീസ് ഏതാ? എസ് ആയിരിക്കും ഉള്ളത്. അപ്പം എസ് സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അതിലിവിടെ എസും ബിയും തന്ന എച്ച് എങ്ങനെ കാണാമെന്ന ചോദ്യം. അതവിടെ എച്ച് ഈക്വൽ ടു എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ റൂട്ട് ഇട്ടിട്ടുണ്ട്. റൂട്ട് എന്തുകൊണ്ടാണ് വന്നത്? ശരിക്കും ഇക്വേഷൻ എന്താ വേണ്ടിയത്? എച്ച് സ്ക്വയർ ഈക്വൽ ടു എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നല്ലേ? അല്ലേ? ഇതാണ് ഏറ്റവും നീളം കൂടിയ വശം. അതിൻ്റെ സ്ക്വയറിൽ നിന്നും തന്നിട്ടുള്ള വശത്തിൻ്റെ സ്ക്വയർ കുറച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഈ വശം കിട്ടും. അപ്പോൾ എച്ച് സ്ക്വയർ എന്നുള്ളത് സമത്തിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ റൂട്ടായി മാറും. അതുകൊണ്ടാണ് എച്ച് ഹൈറ്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ളത് തന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഒരു ഐസോസെലസ് ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്ലാൻഡ് ഹൈറ്റും അതിൻ്റെ ബേസ് ഈ പകുതി ബിയും തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പെർപെൻഡിക്കുലർ ഹൈറ്റ് നമുക്ക് കാണാൻ കഴിയും. റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വെച്ചിട്ട് ആ രൂപത്തിൽ എച്ച് കണ്ടു കഴിഞ്ഞാൽ ഹാഫ് ബി എച്ച് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ പറ്റും. അപ്പോൾ അതവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏരിയ ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ എന്നുള്ളതിന് ഹാഫ് ബി എച്ച് എന്നുള്ളത്, ബി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബേസ് പറഞ്ഞാൽ ഈ ബീൻ്റെ രണ്ടെണ്ണമല്ല, അത് ഹാഫ് ഇൻറ്റു 2b ഇൻറ്റു എച്ചിന് പകരം റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇതിൽ ഈ രണ്ടും പോയി ബാക്കി ബി ഇൻറ്റു റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കണ്ടു കഴിഞ്ഞാലും ഇതിൻ്റെ ഏരിയ കിട്ടും. എച്ച് കാണാതെ തന്നെ വേണമെങ്കിൽ കാണാം. എങ്ങനെ? ഈ ബേസ് ഈ ഒരു പകുതി ദൂരം എത്രയാണെന്ന് നോക്കുക. അതറിയാമെങ്കിൽ അതേ ഇൻറ്റു റൂട്ട് ഓഫ് ഈ സ്ലാൻഡ് ഹൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എസ് സ്ക്വയർ മൈനസ് ഈ ഒരു ഇതിൻ്റെ സ്ക്വയർ ബി സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാലും ഏരിയ ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ കാണാൻ കഴിയും. അപ്പോൾ ഓൾറെഡി ഈ ടോട്ടൽ ബേസും ഈ ഒരു ഹൈറ്റും തന്നു കഴിഞ്ഞാൽ ഹാഫ് ബി എച്ച് വെച്ച് കാണുക. അതല്ല ഈ സ്ലാൻഡ് ഹൈറ്റും ഈ ഒരു ബേസ് പകുതി മാത്രമാണ് തന്നതെങ്കിൽ നമുക്ക് കാണാനുള്ള ഇക്വേഷൻ ബി ഇൻറ്റു റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ വെച്ചും ഈ ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ സാധിക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി മറ്റൊരു ട്രയാങ്കിൾ പറയുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്താണ്? ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 3 വശങ്ങളും ഈക്വൽ ആണെങ്കിൽ അത്തരത്തിലുള്ള ട്രയാങ്കിളിനെയാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം അവയുടെ 3 ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. 3 ആംഗിളുകളും ഈക്വൽ ആകുമ്പോൾ 180നെ 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന 60 ഡിഗ്രി ആയിരിക്കും. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഓരോ ആംഗിളിൻ്റെയും വാല്യൂ 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. ഇനി ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഈ ഒരു 3 വശവും ഒരേപോലെയാണെന്ന് വിചാരിക്കുക. ഈ 3 വശവും എ എന്ന് പറയുന്ന ലെങ്ത്താണുള്ളതെങ്കിൽ അതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ അവിടെ ഉണ്ട്? റൂട്ട് 3/4 എ സ്ക്വയർ എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ പറ്റും. മനസ്സിലാകണ്ടോ? ഈ ഒരു ഹൈറ്റും ഈ ഒരു ബേസും തന്നു കഴിഞ്ഞാൽ ഹാഫ് ബി എച്ച് വെച്ച് വേണമെങ്കിൽ കാണാം. അതല്ല, ഒരു ഏരിയ ഒരു സൈഡ് മാത്രമേ തന്നിട്ടുള്ളൂ. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് ഇത്രയാണെന്ന് തന്നിട്ടുള്ളതെങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. റൂട്ട് 3/4 എ സ്ക്വയർ. റൂട്ട് 3 നമുക്കറിയാം,
1.732 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു എ സ്ക്വയർ. ഇതിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് ഒരൊറ്റ വശത്തിൻ്റെ ലെങ്ത്ത് എന്നാൽ പോരാ, 3 വശവും ഈക്വലാണ്. അപ്പോൾ അതേ ഗുണം എ സ്ക്വയർ. ഇതിപ്പോൾ ഒരു 5 സെൻറ്റിമീറ്റർ ആണ് ഇതുള്ളതെങ്കിൽ 5a സ്ക്വയർ √3/4 ഇൻറ്റു 5 സ്ക്വയർ എന്നുള്ളതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മളോട് പറയാണ് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് തന്നു എന്ന് വിചാരിക്കുക. ഈ എ എന്നുള്ള സൈഡ് തന്നു. അപ്പോൾ ഇവിടെ എ, ഇവിടെ എ, ഇവിടെ എ ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് സെൻറ്റർ കൂടെ ഈ ഒരു പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ എന്തായി, ഈ ടോട്ടൽ എനെ 2 ഭാഗമാക്കി. a/2, ഇവിടെ ഒരു a/2, ഇവിടെ ഒരു a/2. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇനി നമ്മളോട് ചോദിക്കുകയാണ്, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് തന്നിട്ട് ആ പെർപെൻഡിക്കുലർ ഹൈറ്റ് h കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കാണും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. ഇത് ഹൈറ്റ് h, ഇത് a/2, ഇത് a. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എ സ്ക്വയർ, ഈ വലിയ വശം, അതായത് ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ 2 വശങ്ങളുടെ സ്ക്വയറിൻ്റെ തുകക്ക് തുല്യമായിരിക്കും എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ നമുക്ക് ഈ എയുടെ വില അറിയാം, a/2 എത്രയാണെന്ന് അറിയാം. എ എന്ന് പറയുന്നത് 10 ആണെങ്കിൽ ഇത് 5 ആയിരിക്കും അല്ലേ? a/2 പറഞ്ഞാൽ 10/2 5 എന്ന് വരും. ഇത് രണ്ടും അറിയാമെങ്കിൽ ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? അവിടെ ഞാൻ അവിടെ പൈതഗോറസ് തിയറം പ്രകാരം എഴുതി. എന്ത്? h സ്ക്വയർ ഈക്വൽ ടു, അതായത് ഈ 3 ഇതൊരു ചെറിയ വശമല്ലേ, ചെറിയ വശമാണ് കാണണമെങ്കിൽ h സ്ക്വയർ ഈക്വൽ ടു ഏറ്റവും വലിയ വശം ഏതാ? ഇതാണ്, അതിൻ്റെ സ്ക്വയർ a സ്ക്വയർ മൈനസ് ഈ വശം എത്രയാ? a/2 അല്ലേ ഉള്ളൂ, a/2 ഹോൾ സ്ക്വയർ. ഇനി ഞാൻ സ്ക്വയറിനെ സമത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താവും? റൂട്ടാവും. ഈ h സ്ക്വയർ എന്നുള്ളത് h ആയി, ഈക്വൽ ടു റൂട്ട് a സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി. a/2 ഹോൾ സ്ക്വയറിനെ നമ്മൾ സ്ക്വയർ മാറ്റിയപ്പോൾ എൻ്റെ ഹോൾ സ്ക്വയർ a സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ 4. മനസ്സിലാകുന്നുണ്ടോ? 2ൻ്റെ സ്ക്വയർ 4 എന്നുള്ളത് വരും. അപ്പോൾ a സ്ക്വയർ മൈനസ് a സ്ക്വയർ ബൈ 4. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഫ്രാക്ഷനിൽ ചെയ്യുന്ന പോലെ 4നെ അങ്ങോട്ട് കൊണ്ടുപോയി 4a സ്ക്വയർ മൈനസ് ഈ 1 ഇൻറ്റു a സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. 4a സ്ക്വയർ മൈനസ് a സ്ക്വയർ ബൈ 4. ഇതൊക്കെ നമ്മൾ ഫ്രാക്ഷൻ 1ാമത്തെ ചാപ്റ്റർ തൊട്ട് പഠിക്കുന്നതാണ്, ഓർത്ത് വെക്കും. 4a സ്ക്വയർ മൈനസ് a സ്ക്വയർ ബൈ 4 എന്നുള്ളത് വന്നു. 4a സ്ക്വയറിൽ നിന്ന് ഒരു a സ്ക്വയർ പോയി കഴിഞ്ഞാൽ 3a സ്ക്വയർ ബൈ 4 എന്ന് എഴുതി. ഇനി ഞാൻ ഈ റൂട്ട് ഒഴിവാക്കുകയാണ്. റൂട്ട് ഒഴിവാക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്ക്വയർ റൂട്ടും തമ്മിൽ ക്യാൻസലായി പോകും. അപ്പോൾ a സ്ക്വയറിൻ്റെ റൂട്ട് പറഞ്ഞാൽ a വരും, 4ൻ്റെ റൂട്ട് 2 വരും. a സ്ക്വയറിൻ്റെ റൂട്ട് a എന്നുള്ളതും 4ൻ്റെ റൂട്ട് 2 എന്നുള്ളത് നമുക്കറിയാം. റൂട്ട് 3 എന്നുള്ളതിന് വേറെ ഒന്നും ചെയ്യണില്ല. അപ്പോൾ നമ്മൾ റൂട്ട് 3/2a എന്നുള്ളതാണ് ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ ഏരിയ ഓരോ വശങ്ങൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് കാണാനുള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു വശം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h ഈക്വൽ ടു റൂട്ട് 3/2a ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതേസമയം ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ റൂട്ട് 3/4a സ്ക്വയർ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. റൂട്ട് 3/4a സ്ക്വയർ ഏരിയ കാണാനാണെങ്കിൽ h കാണാൻ റൂട്ട് 3/2a, 4ൻ്റെയും എയുടെയും സ്ക്വയർ പോയി ബാക്കി റൂട്ട് 3/2a എന്നുള്ളത് മാത്രമാണ് ഉണ്ടാകുക. ഓക്കെ, ഇനി ഇന്ന് അവസാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം 3 വശങ്ങളും വ്യത്യസ്ത അളവിലാണെങ്കിൽ, നമ്മളിപ്പോൾ പഠിച്ചത് 2 വശങ്ങൾ ഒരേപോലെയാണെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ എന്നുള്ളതും 3 വശങ്ങൾ ഒരേപോലെയാണെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്നുള്ളതും പഠിച്ചു. ഇനി 3 വശങ്ങളും വ്യത്യസ്തമാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്കെലിൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇൻ ദിസ് ട്രയാങ്കിൾ ദ സൈഡ്സ് ആർ നോട്ട് ഈക്വൽ, ആംഗിൾസ് ബിറ്റ്വീൻ ദ സൈഡ്സ് ആർ ഓൾസോ നോട്ട് ഈക്വൽ. ഒരു സ്കെലിൻ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം അവയുടെ 3 ആംഗിളുകളും വ്യത്യസ്തമായിരിക്കും, 3 സൈഡുകളും വ്യത്യസ്തമായിരിക്കും എന്നുള്ള കാര്യം പറയാൻ പറ്റും. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കാണുക? നമ്മൾ കാണേണ്ടത് ഇതാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു റൂട്ട് ഓഫ് ടോട്ടൽ റൂട്ടാണ് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഓക്കെ, ഇവിടെ എ ബി സി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഈ ലെങ്ത്ത് എ, ഈ ലെങ്ത്ത് ബി, ഈ ലെങ്ത്ത് സി.
ഇനി എസ് എന്താ? എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കാണുക. പെരിമീറ്റർ പറഞ്ഞാൽ എന്താ? ഈ ട്രയാങ്കിളിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് ഈ ലൈനിലൂടെ പോകുന്നു, ഈ ലൈനിലൂടെ പോകുന്നു, ഈ ലൈനിലൂടെ പോകുന്നു. ഈ 3 ലൈനുകളും കൂടി കൂട്ടിയതാണ് അതിൻ്റെ പെരിമീറ്റർ. മനസ്സിലാകേണ്ടത്? എ പ്ലസ് ബി പ്ലസ് സി, അതാണ് പെരിമീറ്റർ. അത് അവിടെ പെരിമീറ്റർ പി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ള എസ് ആണ്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണോ അതിൻ്റെ നേർപകുതിനെയാണ് നമ്മൾ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ എസ് മൈനസ് ബി എസ് മൈനസ് സി എന്ന് പറയുന്നത് എസ് ആയിട്ട് കണക്കാക്കുക. എ ബി സി ആർ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ദെൻ എസ് ഈക്വൽ ടു സെമി പെരിമീറ്റർ. അതായത് പെരിമീറ്ററിനെ 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് എസ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതിവിടെ എ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററും ഇത് 10 സെൻറ്റിമീറ്ററും ഇത് 15 ആണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ പെരിമീറ്റർ എത്രയാണ്? 5 + 10 15, 15 + 15 30 വരും. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ഇതിൻ്റെ ടോട്ടൽ പെരിമീറ്റർ. പക്ഷേ നമുക്ക് എസ് കാണേണ്ടത് പെരിമീറ്ററിൻ്റെ പകുതിയാണ്. അപ്പോൾ ടോട്ടൽ 30 ആണെങ്കിൽ അതിൻ്റെ പകുതി 15 ഇവിടെ ഇടുക. 15 ഗുണം 15 മൈനസ് 15, 15 ഗുണം 15 മൈനസ് 10, 15 മൈനസ് 5 എന്നുള്ള രൂപത്തിൽ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ സ്കെലിയൻ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാറുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? സ്കെലിയൻ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എസ് എന്താണെന്ന് പറഞ്ഞു? ടോട്ടൽ പെരിമീറ്ററിൻ്റെ നേർപകുതിയെയാണ് നമ്മൾ എസ് എന്ന് പറയുന്നത്. ഇതാണ് സ്കെലിയൻ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എനി ട്രയാങ്കിൾ വന്നു കഴിഞ്ഞാൽ ഹാഫ് ബി എച്ച് ആണ് എന്നുള്ളതും, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് വീണ്ടും ഹാഫ് ബി എച്ച് ആണ് എന്നുള്ളതും, ഐസോസെലസ് ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം റൂട്ട് 3/4 അല്ല, ഐസോസെലസ് ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഹാഫ് ബി എച്ച് അല്ലെങ്കിൽ ബി ഇൻറ്റു റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ളതാണെങ്കിലും, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഏരിയ റൂട്ട് 3/4 എ സ്ക്വയറും അതിൻ്റെ ഹൈറ്റ് കാണാൻ റൂട്ട് 3/2 എ ആണ് എന്നുള്ളതും പഠിച്ചു. അവസാനമായി നമ്മൾ സ്കെലിയൻ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുന്നതിനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ എസ് മൈനസ് ബി എസ് മൈനസ് സി ആണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കി കഴിഞ്ഞു. ഇത്രയുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ.